ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രാത്രി ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ജസ്റ്റ് ചുമ്മാ ഒന്ന് പുറത്ത് പോയി ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ ഒരു ചെറിയൊരു റാൻഡം വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നാളെ വീണ്ടും പ്രൊഡക്റ്റീവായിട്ടൊരു മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ആക്ച്വലി ഇപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ കൈൻഡ് ഓഫ് സാറ്റർഡേ സൺഡേസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ഭയങ്കരമായിട്ട് കാമായിട്ട് ഇരിക്കാനാണ് കൂടുതലും. അതായത് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സിലേർപ്പെടാതെ നമ്മൾ എന്തായാലും മൺഡേ ടു ഫ്രൈഡേ ജോലിയുണ്ട്, ആ കാര്യങ്ങളുണ്ട്. അപ്പം അല്ലാതെ കിട്ടുന്ന ഈ ഒരു 2 ഡേയ്സ് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ആളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നമ്മുടെ വെൽ ബീയിങ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വ്ളോഗ് ഹിയർ. മമ്മൻ കഴിക്കാൻ പോവുകയാണോ? മമ്മ എന്നെ വീട്ടിലുണ്ടല്ലോ, അപ്പൊ നമുക്ക് ജ്യൂസ് കുടിച്ചാൽ പോലെ. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ് ചാനൽ. പറ. എന്താടാ നീ പറയണ? അപ്പോ നമ്മള് റെഡിയായി. അയ്യോ, പോയേച്ചും വരാം. ചുമ്മാ ജ്യൂസൊക്കെ കുടിക്കാനായിട്ട്. നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇറങ്ങണ കാര്യം എന്ന് വെച്ചാൽ വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യ, ചൂട് കാരണം. ചൂടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വിചാരിച്ചു വെറുതെ ഒരു ഡ്രൈവിന് പോയിട്ട് വരാം അല്ലേ. ആ, അത് രാത്രി ആയതുകൊണ്ടാണ്. ഓ, സൂപ്പർ ആണല്ലോ. ആ, കീ ഉണ്ട്. കാച്ചുവാണോ വണ്ടി ഓട്ടിക്കാൻ പോണേ? എന്റെ ലിപ് ഷെയ്ഡ് കൊള്ളാല്ലേ. എന്റെ ലിപ് ഷെയ്ഡ് ആക്ച്വലി ഒരു ലിപ് ലൈനറാണ്. ആ, ഓക്കെ. ഓ മൈ ഗോഡ്, സൂപ്പർ ആണല്ലോ. ാണ് നമ്മുടെ 4-ാം ചിറയുടെ ഈവനിങ്. സോറി, പരുത്തിപ്പാറ MG കോളേജിന്റെ മുൻവശം. ഇവിടെ ഫുൾ തട്ടുകടയാണ്, ഫുൾ ഓണാണ്. രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇവിടെ ഉണ്ട്. ഫുൾ കടകളാണ്. നമ്മൾ ആക്ച്വലി ഇപ്പം ലാസ്റ്റ് എത്തി നിൽക്കുന്നത് ഊട്ടുപുരയിലാണ്. ജ്യൂസിൻ്റെ പ്ലാൻ ഞാൻ മാറ്റി, ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കോഫി കുടിക്കാൻ. കാച്ചുന്ന് ജ്യൂസ് വേണോ കോഫി വേണോ? ജ്യൂസ് അല്ലേ? ഓക്കെ. ഊട്ടുപുര സ്പെഷ്യൽ ഐസ്ക്രീം ജ്യൂസാണ്. ഐസ്ക്രീം ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഷെയ്ക്കാണ്. വാനില, പിസ്ത, ബട്ടർ സ്കോച്ച്, സ്ട്രോബെറി, ഏത് വേണം? ചോക്ലേറ്റ്, മാംഗോ, സ്പാനിഷ് ഡിലൈറ്റ് പറയട്ടെ. ഐസ്ക്രീം
എങ്ങനെയുണ്ട്? ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. കൊള്ളാമോ? ചൂടുണ്ട് കാച്ചു. ഇഷ്ടപ്പെട്ട നമ്മള് ഹലോ ഹായ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കാച്ചു ഇത് അവിടെ നിർബന്ധം പിടിക്കുന്നുണ്ട്. എന്തിനാ നിർബന്ധം പിടിക്കണേ? ചോറൂസ് ഉണ്ടല്ലോ, അത് വേണമെന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ട്, വാങ്ങിക്കാം. കുട്ടിച്ചേട്ടൻ ചോറൂസ് നമ്മളത് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, മൊഫീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ്. അവിടെ പോയി ചോറൂസ് വാങ്ങിക്കാനാണ്. പൈസ ആരും കൊടുക്കും? രാമചന്ദ്രൻ. ചൂടില്ല, കടിച്ചെടുത്തോ. കൊള്ളാമോ കാച്ചു? ലൈറ്റ് ഇട്ടോ, ചോക്ലേറ്റ്. കൊള്ളാമോ കാച്ചു? പൊള്ളിയാ പൊള്ളിയാ പൊള്ളിയപ്പോ സന്തോഷമായ? അങ്ങനെ ഞങ്ങളുടെ ഈ നൈറ്റ് വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ജസ്റ്റ് ഒരു റാൻഡം രാത്രി വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ ഇറങ്ങിയതാണ്. അങ്ങനെ കാച്ചു ചോറൂസ് അതുവഴി ആ ഒരു യാത്രയിൽ ചോറൂസ് സ്വന്തമാക്കി. അതുകൊണ്ട് കാച്ചിന് ദോശയൊന്നും കാച്ചു വലുതായിട്ട് കഴിച്ചില്ല. പക്ഷെ നൈസ് ദോശയായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് തോന്നിയ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരേ മസാല. ചേട്ടൻ അങ്ങനെ തോന്നിയാ? എല്ലാത്തിനും ഒരേ ഫ്ലേവർ പോലെ തോന്നി എനിക്ക്. ഞാൻ ഓർഡർ ചെയ്ത എന്തായിരുന്നു, മറ്റേ മാൻചോ ദോശയാണ് ഓർഡർ ചെയ്ത. പക്ഷെ എനിക്ക് കിട്ടിയത് കാച്ചു ഐസ്ക്രീമും കഴിച്ചു. എനിക്ക് കിട്ടിയതിന്റെ ടേസ്റ്റ് തന്നെയാണ് കാച്ചുവിന് വാങ്ങിച്ച ഇത് സ്വീറ്റ് കോണിനും ഉണ്ടായിരുന്നത്. എല്ലാം ഏകദേശം ഒരേപോലത്തെ ഒരു ടേസ്റ്റ് പോലെ തോന്നി. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ ചോറോസ് നൈസായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ചോറോസ് ട്രൈ ചെയ്യുന്നത്. ചോറോസ് എന്ന് തന്നെയാണോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നൊന്നും അറിഞ്ഞൂടാ. എനിവേ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എനിക്കറിയാം ലൈറ്റ് ഇല്ല, പക്ഷെ നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ എല്ലാത്തിനും ഇട്ട ഉടനെ തന്നെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. പറ. അതൊക്കെ കാണണേ, നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈവൻ സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്തടുത്ത വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അതെ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ. ഓക്കെ.